അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ കടലാക്രമണം രൂക്ഷമായി 2 വീടുകൾ തകർന്നു. നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 14-ാം വാർഡ് പുതുവൽ വീട്ടിൽ സുരേന്ദ്രൻ, അശോകൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. 2 ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന കടലാക്രമണം ഉച്ചയോടെ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഉയർന്നു പൊങ്ങിയ തിരമാല കരയിലേക്ക് ആഞ്ഞടിച്ച് പ്രദേശമാകെ വെള്ളത്തിലായി. വർഷങ്ങൾക്ക് മുൻപ് സുനാമി പദ്ധതിയിൽ ലഭിച്ച വീടുകളാണ് കടലെടുത്തത്. തകർന്ന വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ ഇവർ അയൽപ്പക്കത്തെ വീടുകളിലേക്ക് മാറ്റി. 2 കുടുംബങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണുള്ളത്. വീട് തകർന്നതോടെ ഇനി എങ്ങോട്ടെന്നില്ലാതെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് കുടുംബം. കടലാക്രമണത്തെ ചെറുക്കാനായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ടെട്രോപാഡുകൾക്ക് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത്. നിരവധി വീടുകൾ ഇപ്പോഴും തകർച്ചാ ഭീഷണിയിലാണ്. ഇങ്ങനെ പറയുന്നുണ്ട് വരുന്നവരൊക്കെ, അല്ലാതെ ഒരു പണി അവർ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ കിടന്ന് ഇങ്ങനെ ഈ വീട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് അതിന്റെ അപ്പുറമാണ്. എല്ലാം ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഒന്നാമത് മത്സ്യത്തൊഴിലാളിയാണ്. ഈ 10 ലക്ഷം രൂപയുമായിട്ട് അവിടെ ചെന്ന കിട്ടത്തില്ല ഒരു വാഹനം. അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിവർത്തിയില്ലാത്ത ആളുകൾ അന്നന്ന് അരിക്ക് പോലും കിട്ടുന്നില്ല. അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് വേലയെടുക്കുന്നത്. അതിപ്പോ കടലിൽ പോയി കിട്ടിയാ കിട്ടി, ഇല്ലേ ഇല്ല. ഇന്ന് വിറക്കേറ്റും ചുമ്മാതെ വന്നു. എന്തുമാത്രം എണ്ണയും പെട്രോളും ഒക്കെ കത്തിച്ചേച്ചുമാണ് വരുന്നത്. ഒരു നിവർത്തിയില്ലാതെയാണ് ഞങ്ങളും കഴിയുന്നത്. ഈ വീട് പോയി കഴിഞ്ഞാൽ അതിന്റെ കിഴക്കുവശത്ത് ഞങ്ങളുടെ വീടാണ്. എല്ലാം നശിച്ചു തീരുക. എന്നിട്ട് വന്നു വെച്ചാൽ പറയും കല്ലിടാം. ഇതുവരെ കല്ലിട്ട് ഞങ്ങൾ കണ്ടെത്തി.